വാളയാർ സഹോദരിമാരിൽ ആദ്യ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ട് ഇന്ന് 8 കൊല്ലം തികയുകയാണ്. കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഈ സംഭവം വാളയാർ പീഡന കേസിലാണ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ആ കുരുന്നുകൾ എക്കാലത്തും കേരളത്തിൻ്റെ നെഞ്ചിൽ തീരാ വിങ്ങലാണ്. 2017 ജനുവരി 13 വാളയാറിലെ ആ ഒറ്റമുറി വീട്ടിൽ 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 9-കാരിയായ അനുജത്തിയാണ് അവളെ മരിച്ച നിലയിൽ കണ്ടത്. അന്ന് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 9-കാരിയായ കുരുന്നിനെയെങ്കിലും ബാക്കി കിട്ടിയേനെ. ചേച്ചി മരിച്ച 52 ദിവസത്തിനു ശേഷം അനുജത്തിയും മരിച്ചു. മക്കളെ കൊലപ്പെടുത്തിയതാണെന്ന് അന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. പോലീസ് കേസെടുത്തത് അസ്വാഭാവിക മരണത്തിന്. പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ അറിഞ്ഞ് കേരള മനസാക്ഷി ഞെട്ടിത്തരിച്ചു. മരിച്ച കുട്ടികൾ പീഡനത്തിന് ഇരകളായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. ആദ്യ മരണം അന്വേഷിച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി ആരോപണം ശക്തമായതോടെ അന്വേഷണം പുതിയ സംഘത്തിന്. പിന്നാലെ അറസ്റ്റും രാഷ്ട്രീയ ആരോപണങ്ങളും. പെൺകുട്ടികളുടേത് ആത്മഹത്യയാണെന്നായിരുന്നു പോലീസ് സംഘത്തിന്റെയും പിന്നീട് കേസ് അന്വേഷിച്ച CBIയുടെയും കണ്ടെത്തൽ. പീഡനക്കേസിൽ 4 പ്രതികൾ. പ്രതികളിൽ ഒരാളുടെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആളിന്റെയും ആത്മഹത്യകൾ. സെക്രട്ടേറിയറ്റിനു മുന്നിൽ മാതാപിതാക്കളുടെ സമരം. പെൺകുട്ടികൾക്ക് നീതി തേടിയുള്ള പ്രതിഷേധങ്ങൾ. ഒടുവിൽ പീഡനമറിഞ്ഞിട്ടും മനഃപൂർവ്വം മറച്ചുവെച്ചെന്ന് കാണിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും പ്രതി ചേർത്ത് CBIയുടെ കുറ്റപത്രം. 13-കാരി മരിച്ച് 8 വർഷമാകുമ്പോൾ 60-ലേറെ പേർ ചേർന്നൊരു പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ച സംഭവം കേരളം ചർച്ച ചെയ്യുന്നു. റിസർച്ച് ഡെസ്ക് 24.